അനുഭവത്തിൽ തന്നെ ചന്ദ്രശേഖരൻ ആത്മീയ പ്രഭാഷണം നടത്തുമ്പോൾ തന്നെ വലിയ പൂക്കലും മുടിയെല്ലായിട്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കാതെ തിരിച്ചു പോകുന്ന അനുഭവങ്ങൾ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല, ചന്ദ്രശേഖരൻ ഉണ്ടായിട്ടില്ല. മുന്നാട് അരിച്ചത്തിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അത് തീവ്രവാദ ശ്രമമാണ്, ആത്മീയമല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ സാധിക്കുന്നത് ആത്മാർത്ഥമായി ചന്ദ്രശേഖരൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ സാധിക്കുന്ന ഉൾക്കൊള്ളാനും. അദ്ദേഹം പറഞ്ഞ 100% അംഗീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ സാധിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി തിരുത്തിക്കപ്പെടും നമുക്ക് സാധിക്കും. അതാണ് ആത്മീയ പ്രഭാഷണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാം തരത്തിലാണ് നമുക്ക് അത് വിജയിപ്പിക്കുമ്പോൾ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം എല്ലാ അക്ഷരപ്രതി അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തിന്റെ നല്ലവരായ ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഈ കമ്മിറ്റി രൂപീകൃതമായ ശേഷം ഈ മഹോത്സവം നമ്മുടെ കയ്യിൽ അത് പ്രാർത്ഥിക്കുന്ന നാരായണനെ ഏൽപ്പിച്ചതിനു ശേഷം നാരായണന്റെ യാതൊരു ഔദാര്യത്തിന് പ്രതീക്ഷിക്കാതെ ഈ പ്രദേശത്തിലെ ആൾക്കാർ കാണിച്ചിട്ടുള്ള താല്പര്യം നമ്മുടെ ഈ വയനാട്ട് ഉലകം തെയ്യങ്ങട്ട് മറ്റെല്ലാ തെയ്യങ്ങട്ടിനേക്കാളും അക്ഷരം പ്രതി വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. 2011 8 വയനാട്ട് ഉലകം തെയ്യങ്ങട്ടാണ് നടക്കുന്നത്. ഈ 8 വയനാട്ട് ഉലകം തെയ്യങ്ങട്ടിലും ആദ്യമായി നടക്കുന്ന നമ്മുടെ തെയ്യങ്ങട്ട് നമുക്കൊരു അനുഭവമില്ല. 14 തെയ്യങ്ങട്ടിൽ മറ്റെല്ലാ 7 തെയ്യങ്ങട്ടിനും അനുഭവ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ തെയ്യങ്ങട്ട് ഒരു അനുഭവ സമ്പത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിവിധ സബ് കമ്മിറ്റി 19 സബ് കമ്മിറ്റിയുണ്ട്. ആ 20 സബ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലം വരാൻ പോകുന്ന ബാക്കി 7 തെയ്യങ്ങട്ടിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന രൂപത്തിൽ എല്ലാ സബ് കമ്മിറ്റി മെമ്പർമാരും അവരുടേതായിട്ടുള്ള പ്രവർത്തനം പരിപൂർണമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏവരും സഹായിക്കണമെന്ന് ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗത്തിലെത്തിയിരുന്ന മുഴുവൻ ആൾക്കാരെയും ആഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ രൂപത്തിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുള്ളൂ. ವಯನಾಟು ಕುಲವನ್ ಕ್ಷೇತ್ರ ಕೇಕಡ್ಕ ಇದರ ಒಂದು ಮಹೋತ್ಸವದ ಈ ಒಂದು ಪ್ರಾರಂಭದ ದಿನ ನಡೆಯುತ್ತಿರುವಂತ ಧಾರ್ಮಿಕ ಸಭಾ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರ್ತಕ್ಕಂಥ ನಮ್ಮ ಹಿಂದೂ ಸಮಾಜದ ಎಲ್ಲ ಧಾರ್ಮಿಕ ನೇತೃತ್ವವನ್ನು ವಹಿಸಿಕೊಂಡಿರ್ತಕ್ಕಂಥ ಶ್ರದ್ಧೆಯ ಎಲ್ಲ ಗೌರವಾನ್ವಿತರೆ, ವೇದಿಕೆಯ ಮುಂದೆ ಆಸೀನರಾಗಿರ್ತಕ್ಕಂಥ ಸಮಾಜದ ಎಲ್ಲ ಶ್ರದ್ಧೆಯ ಗೌರವಾನ್ವಿತರೆ, ವಂದನೀಯ ಮಾತಾ ಭಗಿನಿಯರೇ, ಪ್ರಾಯಶಃ ಜಗತ್ತಿನಲ್ಲಿ ದೇವರು ಎಲ್ಲಿ ಅವತರಿಸಿದ್ದಾನೆ, ಹುಟ್ಟಿದ್ದಾನೆ ಅಂದ್ರೆ ಅದು ಈ ಹಿಂದೂ ಭೂಮಿಯಲ್ಲಿ ಭಾರತದಲ್ಲಿ ಮಾತ್ರ ಅನ್ನುವಂಥದ್ದು ನಮ್ಮ ಹಿರಿಯರು ಹೇಳ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ. ವರ್ತಮಾನದಲ್ಲೂ ಇವತ್ತು ಅದು ಎಲ್ಲರಿಗೂ ಗೋಚರಕ್ಕೆ ಬರುತ್ತಿರತಕ್ಕಂಥ ಒಂದು ಅತ್ಯಂತ ಶ್ರೇಷ್ಠವಾಗಿರ್ತಕ್ಕಂಥ ವಿಚಾರ. ಹಾಗಾದ್ರೆ ಉಳಿದ ಕಡೆಗಳಲ್ಲಿ ದೇವರು ಇಲ್ವಾ ಅಂತ ಕೇಳಿದ್ರೆ ದೇವರು ಎಲ್ಲೆಡೆ ಇದ್ದಾನೆ. ನಾವು ಪೂಜೆ ಮಾಡತಕ್ಕಂಥ, ಆರಾಧನೆ ಮಾಡತಕ್ಕಂಥ, ನಂಬಿಕೊಂಡು ಬಂದಿರತಕ್ಕಂಥ ಈ ಎಲ್ಲ ದೈವಿ ಶಕ್ತಿಗಳು ಅವು ಸರ್ವಾಂತರ್ಯಾಮಿ, ಇಡೀ ಜಗತ್ತಿನ ಎಲ್ಲೆಡೆ ಇರ್ತಕ್ಕಂಥದ್ದು. ಆದ್ರೆ ಎಲ್ಲದಕ್ಕೂ ಒಂದು ನೆಲೆ ಅಂತ ಬೇಕು. ಅಂತ ನೆಲೆಯನ್ನ ಯಾವಾಗಲೂ ಎಲ್ಲಿ ಕಾಣುತ್ತವೆ ಅಂದ್ರೆ ಅತ್ಯಂತ ಶಕ್ತಿ ಇರತಕ್ಕಂಥ ಮತ್ತು ಸಾಮರ್ಥ್ಯ ಇರತಕ್ಕಂಥ, ಸಾಧನೆ ಮಾಡಲು ಅವಕಾಶ ಇರತಕ್ಕಂಥ ಪ್ರದೇಶಗಳು ಅಂದ್ರೆ ನಮ್ಮ ಭಾರತದಲ್ಲಿ. ಹಾಗಾಗಿ ನನ್ನ ದೇವರ ಭೂಮಿ ಅಂತಲೇ ಕರೆದಿದ್ದಾರೆ. ಉಳಿದೆಲ್ಲ ಕಡೆಗಳಲ್ಲಿ ಮನುಷ್ಯರು ನಮ್ಮ ಹಾಗೆ ಜೀವನ ಮಾಡ್ತಾರೆ, ಇಲ್ಲ ಅಂತೇನಿಲ್ಲ. ಆದ್ರೆ ಇಲ್ಲಿ ದೇವರನ್ನ ಪೂಜೆ ಮಾಡುವ ಮುಖಾಂತರ, ದೇವರನ್ನ ದೈವಿ ಶಕ್ತಿಗಳನ್ನ ಪೂಜೆ ಮಾಡಬೇಕಾದ್ರೆ ಸಾನ್ನಿಧ್ಯ ದೇವರುಗಳನ್ನ ಮನಸ್ಸ ಸ್ಮರಿಸ್ತಾರೆ. ಶ್ರೀ
ವಯನಾಡ್ ಕುಲವನ್ ದೈವಗಟ್ಟಿ ಮಹೋತ್ಸವದ ಇಂದಿನ ಈ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮವಾದಂತಹ ಕೂವಂ ಅಳಕಲ್ ಧನ್ಯ ಅಳೆಯುವಂತಹ ಈ ಒಂದು ಶುಭ ಸಂದರ್ಭದ ಧಾರ್ಮಿಕ ಸಭೆಯಲ್ಲಿರುವಂತಹ ಇಂದಿನ ಸಭೆಯ ಅಧ್ಯಕ್ಷರೇ, ಆದರಣೀಯ ಕಾರ್ನೋಚನವರೇ, ಕಪಲ್ ಚಂದ್ರಶೇಖರ್ ಅವರೇ, ನನ್ನ ಆತ್ಮೀಯರು, ಮಿತ್ರರು, ನಿರ್ದೇಶಕರು, ನನ್ನ ಎಲ್ಲ ಧಾರ್ಮಿಕ ವಿಷಯದಲ್ಲಿ ನಿರ್ದೇಶಕರಾಗಿರುವಂತಹ ಸೀತಾರಾಮರವರೇ, ಹಾಗೆ ನಮ್ಮ ಉತ್ಸವದ ಎಲ್ಲವೂ ಆದಂತಹ ನಮ್ಮ ಕಾರ್ಯಾಧ್ಯಕ್ಷರಾದಂತಹ ಮಾಲಿಂಗಪ್ಪನವರೇ, ಹಾಗೆ ಚಿರೇಣರವರೇ, ಹಾಗೆ ಶಶಿಯವರೇ, ಇದರಲ್ಲಿ ಜಯಕಂಠವರೇ, ಮುಂಭಾಗದಲ್ಲಿರುವಂತಹ ಎಲ್ಲ ನಮ್ಮ ಪ್ರೀತಿಯ ಭಕ್ತ ಜನಗಳೇ, ನಾನು ಯಾವುದೇ ವಿಷಯಗಳಲ್ಲಿ ನಿಮ್ಮಲ್ಲಿ ಮಾತಾಡಲಿಕ್ಕೆ ನಿಂತಿಲ್ಲ. ನಾನು ಕೇವಲ ನಮ್ಮ ಈ ಉತ್ಸವದ ಯಶಸ್ವಿಯಲ್ಲಿ ಭಾಗಿಯಾಗಿರುವಂತಹ ನಿಮ್ಮನ್ನ ಒಂದೆರಡು ಮಾತುಗಳಿಂದ ನೆನೆಸುವಂತಹ ಒಂದು ಕೆಲಸದೊಂದಿಗೆ ನಾನು ಇಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ನಿಂತಿದ್ದೇನೆ. ಸುಮಾರು ಈಗಾಗಲೇ ನಮ್ಮ ಮಾಲಿಂಗಣ್ಣನವರು ಹೇಳಿದ್ರು, ಒಂದು 5-6 ತಿಂಗಳಿಂದ ನಿರಂತರವಾಗಿ ಇಲ್ಲಿ ಈ ಪರಿಸರವನ್ನ ಉತ್ಸವೋತ್ತರ ಅದನ್ನು ಅಡಿ ಮಾಡುವಂತಹ ಉದ್ದೇಶದಿಂದ ನಮ್ಮ ಊರಿನ ಹಾಗೂ ಪರ ಊರಿನ ಎಲ್ಲ ಭಕ್ತಾಭಿಮಾನಿಗಳ ರಾತ್ರಿ ಹಗಲು ದುಡಿದಂತಹ ಒಂದು ಫಲವಾಗಿ ನಾವಿಂದು ಈ ಮಟ್ಟದಲ್ಲಿ ನೀವು ಕಾಣುವಂತಹ ಒಂದು ರೀತಿಯಲ್ಲಿ ಬಂದು ನಿಂತಿದ್ದೇವೆ. ಪ್ರತಿ ದಿನಗಳು ಕೂಡ ಪ್ರತಿ ರಾತ್ರಿಯಲ್ಲಿ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಕೆಲಸ ಮಾಡಿರುವಂತಹ ಪುಟ್ಟ ಮಕ್ಕಳಿಂದ ಹಿಡಿದು ಹಿರಿಯರಿಗೆ ಕೂಡ ನಾನು ಈ ಸಭೆಯಲ್ಲಿ ಒಟ್ಟಲ್ಲಿ ನಿಮಗೆ ನಾನು ಸದಾ ಋಣಿಯಾಗಿದ್ದೇನೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಕಾರ್ಯಕ್ರಮ ಆರಂಭ ಅಷ್ಟೇ. ಫೆಬ್ರವರಿ 9, 10, 11 3 ದಿನಗಳ ಕಾಲ ನಿರಂತರವಾಗಿ ಭಕ್ತಾಭಿಮಾನಿಗಳ ಒಂದು ಸಾಗರವೇ ಇಲ್ಲಿ ಬರುವಂತಹ ನಿರೀಕ್ಷೆಯಲ್ಲಿದ್ದೇವೆ. ಕೇರಳ ಮತ್ತು ಕರ್ನಾಟಕ ಇದೆರಡರ ಒಂದು ಮಧ್ಯ ಭಾಗದಲ್ಲಿರುವಂತಹ ಈ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಎಲ್ಲಾ ಭಾಗಗಳಿಂದಲೂ ಕೂಡ ಜನರು ಬಂದು ಇಲ್ಲಿ ಸೇರಿಕೊಂಡು ಈ ಪುಣ್ಯ ಕಾರ್ಯದಲ್ಲಿ ತೊಡಗಿಕೊಳ್ಳಬಹುದು ಅನ್ನುವಂತಹ ಭಾವನೆಯೊಂದಿಗೆ ನಾವು ದೊಡ್ಡ ಒಂದು ಸಮಿತಿಯನ್ನು ರಚಿಸಿಕೊಂಡು ಆ ಮುಖಾಂತರ ಕೆಲಸವನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ಹೇಳುವುದಿಷ್ಟೇ, ನಾನು ಈ ಉತ್ಸವಕ್ಕೆ ಅಥವಾ ಬೇರೆ ಏನಾದರೂ ದೈವ ಕಾರ್ಯಗಳಾಗಿದ್ದರೆ ಇದಕ್ಕೆ ಒಬ್ಬ ಕಾರಣೀಭೂತ ಮಾತ್ರ. ಎಲ್ಲವನ್ನೂ ದೇವರು ಯಾರ್ಯಾರಿಂದ ಯಾವ ಸಮಯಕ್ಕೆ ಹೇಗೆ ಬೇಕೋ ಹಾಗೆ ಮಾಡಿಸಿಕೊಂಡು ಹೋಗ್ತಾನೆ ಅನ್ನೋದನ್ನು ಒಂದು ಪೂರ್ಣವಾಗಿ ನಂಬಿರುವಂತಹ ವ್ಯಕ್ತಿ ನಾನು. ಒಂದು 3 ಅವಕಾಶಗಳು, ಒಂದು 3 ಸಂದರ್ಭಗಳು ಇದನ್ನು ನನಗೆ ಪುಷ್ಟೀಕರಿಸ್ತಾ ಇದೆ. ಒಂದು 10 ವರ್ಷಕ್ಕಿಂತ ಮೊದಲು ನಮ್ಮ ಈ ವಯನಾಡ್ ಕುಲವನ್ ಕ್ಷೇತ್ರದ ಒಂದು ಜೀರ್ಣೋದ್ಧಾರದೊಂದಿಗೆ ಪ್ರತಿಷ್ಠಾ ಕಲಶ, ಇನ್ನೊಂದು ನಾನೀಗ ಸುಳ್ಯದಲ್ಲಿ ಮನೆ ಮಾಡಿಕೊಂಡು ಅಲ್ಲಿ ಇರುವಂತಹ ಜಾಗದಲ್ಲಿ ನನ್ನೆಲ್ಲ ಊರಿನವರ ಭಕ್ತಾದಿಗಳ ಸಹಕಾರದೊಂದಿಗೆ ಕಂಡಂತಹ ಒಂದು ಬ್ರಹ್ಮ ಕಲಸದ ಒಂದು ಅನುಭವ. ಅದರ ಜೊತೆಯಲ್ಲಿ 3ನೇದಾಗಿ ನಾವೀಗ ನಿಂತಿರುವುದು ಎಲ್ಲರನ್ನು ಸೇರಿಕೊಂಡು ಎಲ್ಲರೂ ಒಟ್ಟಾಗಿ ಮಾಡುವಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ, ಅದು ನಮ್ಮ ವಯನಾಡ್ ಕುಲೋತ್ಸವ. ಇದಕ್ಕೆಲ್ಲದಕ್ಕೂ ಕೂಡ ಪ್ರತಿ ಭಕ್ತಾಭಿಮಾನಿಗಳ ಸೇವೆಗಳು, ಪ್ರತಿ ಭಕ್ತರ ರಾತ್ರಿ ಹಗಲು ಕೆಲಸ ಮಾಡಿದಂತಹ ಆ ಸೇವೆಗಳ ಮುಖಾಂತರವೇ ಇದು ನಡೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ. ಎಂದೆಂದೂ ಒಬ್ಬನಿಂದಾಗಿ ಯಾವುದೇ ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಇನ್ನೊಂದು ಕಟ್ಟು ಸತ್ಯ ನೀವು ತಿಳ್ಕೊಳ್ಳಬೇಕು, ಈ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಮನುಷ್ಯರ ಪ್ರತಿ ವ್ಯಕ್ತಿಗಳ ಒಂದು ಶ್ರಮದಿಂದ ಮಾತ್ರ ಸಾಧ್ಯವಾಗ್ತದೆ ಹೊರತು ಯಾವನೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯಿಂದ ಇದರಲ್ಲಿ ಬರುವಂತಹ ದುಡ್ಡು ಅದು ಏನೂ ಅಲ್ಲ, ಅದು ಯಾವ ಕೆಲಸಕ್ಕೂ ಬರುವುದಿಲ್ಲ ಅನ್ನುವಂತಹ ಒಂದು ಸತ್ಯವನ್ನ ನಮ್ಮ ಈ ಪರಿಸರದಲ್ಲಿ ಪ್ರತ್ಯಕ್ಷೀಕರಿಸುವಂತಹ ಒಂದು ಸಮಯ ನಾಳೆ ಬರಲಿಕ್ಕಿದೆ. ಆದ್ದರಿಂದ ಎಲ್ಲರೂ ಕೂಡ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಬರುವಂತಹ 9, 10, 11
ಈ 3 ದಿನದ ಉತ್ಸವವನ್ನ ಯಶಸ್ವಿಗೊಳಿಸುವಂತಹ ನಿಟ್ಟಿನಿಂದ ಇಂದಿನಿಂದಲೇ ಉತ್ಸವ ಒಂದು ಆರಂಭವಾಗಿದೆ. ಇಂದಿನಿಂದಲೇ ನಿರಂತರವಾಗಿ ನಿಮ್ಮ ಸೇವೆಯನ್ನ ಇಲ್ಲಿ ನಿಮ್ಮ ಉತ್ಸವ, ನಿಮ್ಮ ಮನೆಯ ಉತ್ಸವ, ಇದು ಈ ಮನೆಯವರ ನಾವು ನಡೆಸ್ತಾ ಇರುವಂತಹ ಉತ್ಸವ ಅಲ್ಲ. ಇದು ಪ್ರತಿ ನಮ್ಮ ಊರಿನ ಭಕ್ತಾದಿಗಳು ಮಾಡ್ತಾ ಇರುವಂತಹ ಒಂದು ಉತ್ಸವ ಅನ್ನುವಂತಹ ಒಂದು ವಿಷಯವನ್ನ ಮನದಲ್ಲಿಟ್ಟುಕೊಂಡು ನೀವೆಲ್ಲರೂ ಈ ಉತ್ಸವದಲ್ಲಿ ಭಾಗಿಯಾಗ್ತೀರಿ. ಬಂದಂತಹ ಎಲ್ಲ ಭಕ್ತಾದಿಗಳನ್ನ ಆತ್ಮೀಯವಾಗಿ ಅವರನ್ನ ಸ್ವಾಗತಿಸಿ ಅವರಿಗೆ ಬೇಕಾದ ವಿಷಯದಲ್ಲಿ ಅವರನ್ನು ಸತ್ಕರಿಸಿ ಕಳಿಸುವಂತಹ ಕೆಲಸ ನೀವು ಮಾಡ್ತೀರಿ ಅನ್ನುವಂತಹ ಒಂದು ಪೂರ್ಣ ವಿಶ್ವಾಸದೊಂದಿಗೆ ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಆ ರೀತಿಯಲ್ಲಿ ಈ ಉತ್ಸವವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲಿಕ್ಕೆ ಶಕ್ತಿಯನ್ನ ಈ ದೇವರು ತುಂಬಲಿ. ಹಾಗೆ ಈ ಕಾರ್ಯಕ್ರಮಗಳು ಯಾವುದೇ ತೊಂದರೆ ತಾಪತ್ರಯಗಳು ಇಲ್ಲದೆ ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ನಡೆಯಲಿ ಅನ್ನುವಂತಹ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ನನ್ನ ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತಾ ಇದ್ದೀನಿ. ಓಂ ಗುರವೇ ಸರ್ವಲೋಕಾನಾಂ ಭಿಷಜೇ ಭವರೋಗಿಣಾಂ ನಿಧಯೇ ಸರ್ವವಿದ್ಯಾನಾಂ ದಕ್ಷಿಣಾಮೂರ್ತಯೇ ನಮಃ. ಏಕದಂತಂ ಮಹಾಕಾಯಂ ತಪ್ತಕಾಂಚನ ಸನ್ನಿಭಂ ಲಂಬೋದರಂ ವಿಶಾಲಾಕ್ಷಂ ವಂದೇಹಂ ಗಣನಾಯಕಂ ಸರ್ವಮಂಗಳಮಾಂಗಲ್ಯೇ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣ್ಯೇ ತ್ರ್ಯಂಬಕೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತೆ. ಶಿವಂ ಶಿವಕരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം തദേവം ആത്മബുദ്ധിപ്രകാശം മുമുക്ഷു വൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആരാധ്യരായ ക്ഷേത്ര സ്ഥാനികന്മാരെ, ബഹുമാന്യ അധ്യക്ഷൻ ബാലകൃഷ്ണൻ മാഷ്, സമയത്തിന്റെ വല്ലാത്ത പരിമിതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പ്രത്യേകം പേരെടുത്ത് പറയാതെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന മഹനീയ വ്യക്തികളെ, സ്നേഹമുള്ള അമ്മമാരെ, എന്റെ പ്രസംഗം കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം കിട്ടൂ എന്ന് വിചാരിക്കുന്ന പിഞ്ചുകുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സപ്രേമ നമസ്കാരം അർപ്പിക്കുന്നു. കേക്കെടുക്കം വയനാട്ട് ഉലവൻ മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ സുഹൃത്ത് രവീന്ദ്രൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ ഞാൻ ആദ്യം പറഞ്ഞൊരു കരാറുണ്ട്. ഒരു 2 മണിക്കൂറെങ്കിലും എനിക്ക് പ്രസംഗിക്കാൻ സമയം തരണം. അദ്ദേഹം സംഭവിച്ച കമ്മിറ്റിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിൽ കുറയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ കാണുമ്പോ കുറെ കൂടി ഇനിയും ചുരുക്കണം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീട്ടില്ല. അത് പറഞ്ഞപ്പോ എല്ലാവരും മുഖത്ത് വല്ലാത്ത സന്തോഷവും ഞാൻ കാണുകയാണ്. അപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ച മാലികേട്ട് പറഞ്ഞ പോലെ ആത്മീയം എല്ലാവർക്കും പിടിക്കൂല. പ്രത്യേകിച്ച് ആത്മീയത എല്ലാവർക്കും പിടിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ പ്രയാസം അതല്ല, ഈ സമയത്ത് വലിയൊരു ആത്മീയത നടക്കുമോ എന്നാണ് എനിക്ക് സംശയം. അതുകൊണ്ട് ആമുഖം നീട്ടാതെ ഞാൻ വിഷയത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടുകയാണ്. നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മിക്കവാറും എല്ലാ വേദിയിലും ആവർത്തന വൈരസ്യം ഉണ്ടാക്കുന്ന പോലെ, ക്ഷമിക്കുക ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറയുന്നൊരു സന്ദർഭമുണ്ട്. എന്റെ നാട്ടിൽ എന്നെ അക്ഷരം പഠിപ്പിച്ച ഒരു സ്കൂളുണ്ട്. ഒരു 5ാം ക്ലാസ് വരെയുള്ള LP സ്കൂളാണ്. എന്നെ തറാബറാക്ക് പഠിപ്പിച്ച സ്കൂള്. അവിടുത്തെ സാറന്മാര് എപ്പോ വിളിച്ചാലും ഞാൻ പ്രസംഗിക്കാൻ പോകും. ഒരു ആഗസ്റ്റ് 15-നോ ഒക്ടോബർ 2-നോ എനിക്ക് ഓർമ്മയില്ല, എന്നെ വിളിച്ചു. മിക്കവാറും കുട്ടികളൊക്കെ ഈ പതാക ഉയർത്തലും മോഹാരസ്യപ്പെട്ട് വീഴലും ഒക്കെ നടക്കുന്ന ഒരു ദിവസം. ഞാൻ അവിടെ എത്തിയപ്പോ ടീച്ചർ HM പറഞ്ഞു, ഒന്ന് പ്രസംഗിക്കണം. കേട്ടോണ്ടിരിക്കുന്ന ഉല്ലാസമാഷ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉച്ചനധികം ഒന്നും വേണ്ട, അത് കേട്ട് പിടിഞ്ഞി, നീ ഒരു കാര്യം പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കേ. ഞാൻ പറഞ്ഞ കഥ പറയാം. മക്കളൊക്കെ ഇരുന്നു. 5ാം ക്ലാസ് വരെയുള്ള LP സ്കൂളാണ്. അത് ആവർത്തിച്ച് പറയട്ടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട്, മക്കളെ ഞാൻ കഥ പറയാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ, ഉത്തരം പറയാനുള്ള. ഞാൻ ചോദിച്ചു, മക്കളെ ദൈവം നമുക്ക് എന്തിനാണ് കണ്ണ് തന്നത്? കാണാൻ. മക്കൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു. നമുക്ക് എന്തിനാണ് മൂക്ക് തന്നത്? മണക്കാൻ, ശ്വസിക്കാൻ, നാവ് രുചിക്കാൻ, കാല് നടക്കാൻ, കൈ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ. ഓരോന്നോരും ചോദിച്ചു. ഞാൻ അവിടെ മക്കളോട് ചോദിച്ചു, മക്കളെ ദൈവം നമുക്ക് ഇതിനാ പൊക്കിള് തന്നത്, നാഭി തന്നത് എന്തിനാണ്?
എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് ഈ വേണ്ടാത്തൊരു സാധനം എക്സ്ട്രാ സെറ്റിങ് നമുക്കെന്തിനാ ദൈവം തന്നത്? ടീച്ചർമാരും മാഷന്മാരും വീടും നോക്കി അവര് പോയി ഇങ്ങനെയൊന്നും ഉണ്ട് തന്നെ സിനിമാ പോസ്റ്റർ കാണുമ്പോഴാണ് ഇത് നമുക്കുണ്ട്. അതുവരെ അറിയില്ല എനിക്ക് ഇങ്ങനെന്തിനാ ഈ സാധനം. എല്ലാവരും ആലോചിച്ച് എന്തെങ്കിലും കുട്ടികൾ ചോദിക്കാത്ത ചോദ്യം, മാഷ് പഠിപ്പിക്കാത്ത കാര്യം, പൊക്കിൾ നമുക്ക് എന്തിനാ ദൈവം തന്നത്? ഓരോ 5ാം ക്ലാസ് എന്നിട്ട് മാഷ ഞാൻ പറയാൻ ഉത്തരം പറഞ്ഞേ അത് ഈ ഭ്രാന്തനായി കഴിച്ചാൽ സൂചി വെക്കാൻ. ഭ്രാന്തനായി കഴിച്ചാൽ പണ്ട് സൂചി വെക്കുന്ന ഈ പൊക്കിളിന് ചുറ്റുമാണല്ലോ. പണ്ട് അങ്ങനെയാ. സത്യം ഞാൻ ഈ നട്ടുച്ചത്തിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാല് നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മിക്കാനാണ്. അമ്മയുടെ വയറ്റിൽ നമ്പോലിനെ പോലെ കുറേക്കാലം നമ്മൾ കഴിഞ്ഞില്ലേ? കുരങ്ങിനെ പോലെ സിദ്ധാബാദ് പുറത്ത് വന്ന ഉടനെ വിളിക്കണം വിചാരിച്ചിട്ട് കൈചുട്ടി പൊട്ടി പിടിച്ചോണ്ടിരുന്നില്ലേ? ആ സമയത്ത് സത്യം പറഞ്ഞാൽ അമ്മ കഴിച്ച ഭക്ഷണം, അമ്മയുടെ വിചാരം, അമ്മയുടെ വികാരം അതൊക്കെ കിട്ടിയതൊരു കേബിളിലൂടെയാണ്. ആ കേബിൾ പോയിന്റ് സത്യം പറഞ്ഞ നമ്മുടെ പൊക്കിൾ നാഭി, അതിനെ ഓർക്കാത്ത പുതിയ തലമുറ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അമ്മയെയും പെങ്ങളെയും തിരിച്ച് അറിയാൻ കഴിയാത്ത ഒരു പുതിയ തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താ പരിഹാരം? നട്ടുച്ചക്കത്തെ ഒരു പ്രസംഗം കൊണ്ട് നാട് നന്നാക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഇതിനെ ബോധവൽക്കരിക്കുക? മൂല്യ ശോഷണത്തെ കുറിച്ച് നമ്മൾ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ പരിഹാരം? ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മീയതയുടെ മാർഗം. സയൻസ് ഓഫ് ഹ്യൂമൻ പോസിബിലിറ്റീസ്, മനുഷ്യ സാധ്യതകളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ആത്മീയതയുടെ ശാസ്ത്രമാണ്. ಆರಾಧ್ಯ ಮನಸ್ಸ ಸ್ಮರಿಸುತ್ತಾ ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿರುವ ಎಲ್ಲ ಗಣ್ಯರೇ, ಆತ್ಮೀಯ ಭಗವದ್ಭಕ್ತ ಬಂಧು ಭಗಿನಿಯರೇ, ಮನುಷ್ಯ ಜೀವನದಲ್ಲಿ ಸಹಜವಾಗಿ ಒತ್ತಡವನ್ನ ಅನುಭವಿಸಿಯೇ ಸಿದ್ಧ. ಪೂರ್ವಜನ್ಮಂ ಕೃತಂ ಪಾಪಂ ವ್ಯಾಧಿ ರೂಪೇಣ ಪೀಡತಿ ಎಂಬ ಶಾಸ್ತ್ರವಚನದಂತೆ ನಾವು ಜನಿಸುವಾಗಲೇ ಪಡ್ಕೊಂಡು ಬಂದಿರತಕ್ಕಂಥ ಯಾವ ಪೂರ್ವಾರ್ಜಿತವಾಗಿರುವಂಥ ಫಲಗಳಿವೆಯೋ ಆ ಫಲಗಳಿಗೆ ಅನುಸಾರವಾಗಿ ಇಹಜನ್ಮದಲ್ಲಿ ಸುಖ ಕಷ್ಟಗಳನ್ನ ಸಹಜವಾಗಿ ಅನುಭವಿಸಲೇಬೇಕು. ಆದರೆ ನಮ್ಮ ಹಿರಿಯರು ನಮಗೆ ಬೋಧಿಸಿಕೊಟ್ಟಿರುವಂತಹ ವಿಚಾರವನ್ನು ಗಮನಿಸಿದರೆ, ನಮ್ಮ ಸಾಂಸ್ಕೃತಿಕವಾಗಿರುವಂತಹ ವಿಚಾರಧಾರೆಗಳು ಶಾಸ್ತ್ರೀಯ ಬದ್ಧತೆಯನ್ನ ಉಳಿಸಿಕೊಂಡಿರುವವೆಲ್ಲ ಮನುಷ್ಯನಿಗೆ ಮತ್ತೊಮ್ಮೆ ಶಕ್ತಿಯ ಪ್ರೇರಣೆಯನ್ನ ನೀಡಲಿಕ್ಕೆ ಪೂರಕವಾಗಿರುವಂಥದ್ದು. ಅದೇ ರೀತಿ ನೊಂದು ಬೆಂದಿರುವಂತಹ ಮನಸ್ಸಿಗೆ ಒಂದಷ್ಟು ನಿರಾಳವಾಗಿ ಉಸಿರಾಡಲಿಕ್ಕೆ ಕಾರಣವಾಗುವಂಥದ್ದು ಕೆಲವೊಂದು ಒಳ್ಳೆಯ ಮಾತುಗಳು. ಆ ಒಳ್ಳೆಯ ಮಾತುಗಳನ್ನು ಶ್ರವಿಸುವಾಗ ಅಂದರೆ ಕೇಳುವಾಗ ಮನುಷ್ಯನ ಮನಸ್ಸಿನಲ್ಲಿರುವಂಥ ಎಲ್ಲ ಒತ್ತಡಗಳು ದುಗುಡಗಳು ಕೂಡ ದೂರವಾಗ್ತವೆ. ಈ ವಿಚಾರವನ್ನು ಯಾಕೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಅಂದ್ರೆ, ನಿನ್ನೆ ಬೆಳಿಗ್ಗೆ 9:30 ಗಂಟೆಯ ನಂತರ ಇಲ್ಲಿಗೆ ಆಗಮಿಸುವಲ್ಲಿವರೆಗೂ ಕೂಡ ನಾನು ತುಂಬಾ ಒತ್ತಡದಲ್ಲಿದ್ದೇನೆ. ಒಂದಷ್ಟು ಕರ್ತವ್ಯದ ಭಾರಗಳು, ಸಮಯದ ಕೊರತೆ, ಒತ್ತಡದ ಮಧ್ಯೆ ರಾತ್ರಿಯೂ ಕೂಡ ನಿದ್ರೆ ಮಾಡಲಿಕ್ಕೆ ಸಮಯಾವಕಾಶ ಇಲ್ಲದೆ ಇರುವಂತ ಸ್ಥಿತಿ. ಮತ್ತೊಂದು ಭಾಗದಿಂದ ಆ ಸಮಯಕ್ಕೆ ಎಲ್ಲೆಡೆಯೂ ಕೂಡ ಸೇರಿಕೊಳ್ಬೇಕಾದಂತ ಜವಾಬ್ದಾರಿ. ಈ ಎಲ್ಲ ಒತ್ತಡದ ಮಧ್ಯೆ ಕಾರಿನಿಂದ ಇಳಿಯುವಂತ ಸಂದರ್ಭದಲ್ಲಿಯೂ ಕೂಡ ಮುಸುಕು ದೊಡ್ಡದಾಗಿಸಿಕೊಂಡೇ ಇಳಿದದ್ದು ಒತ್ತಡದಲ್ಲಿ. ಆದರೆ ಈ ವೇದಿಕೆಯಲ್ಲಿ ಬಂದು ಕುಳಿತಿರುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ಶ್ರೀಯುತ ಕೊಪ್ಪಲ್ ಚಂದ್ರಶೇಖರ್ ಅವರು ಇವತ್ತಲ್ಲ ನನಗೆ ಗೊತ್ತಿರುವುದು, ಎಷ್ಟೋ ವೇದಿಕೆಯಲ್ಲಿ ನಾವು ಜೊತೆಯಾಗಿದ್ದವರು ಮಾತ್ರವಲ್ಲದೆ ಸಮಾಜಕ್ಕೆ ನಮ್ಮ ಧರ್ಮ ಸಂಸ್ಕಾರದ ವಿಚಾರವನ್ನ
ಅತ್ಯಂತ ಸರಳ ಶೈಲಿಯಲ್ಲಿ ಎಲ್ಲರ ಮನಸ್ಸಿಗೆ ಅದು ತಾಕುವ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡಲಿಕ್ಕಿರತಕ್ಕಂಥ ಶೈಲಿ, ಅದು ಭಗವತ್ ಸನ್ನಿಧಿಯಿಂದ ಅನುಗ್ರಹಿತವಾಗಿರುವಂಥದ್ದು. ಅಂತ ಒಂದು ಭಾಗ್ಯವನ್ನು ಪಡ್ಕೊಂಡಿರುವಂತ ವ್ಯಕ್ತಿ. ಈ ಕಾರ್ಯಕ್ರಮದ ಧಾನ್ಯ ಅಳೆಯುವ ಕಾರ್ಯಕ್ರಮ, ಈ ಕಾರ್ಯಕ್ರಮದ ಅಂಗವಾಗಿ ನಡೆದಂತಹ ಧಾರ್ಮಿಕ ಸಭೆ. ಈ ಸಭೆಯಲ್ಲಿ ನಮ್ಮನ್ನುದ್ದೇಶಿಸಿ ಬಹಳ ಸವಿವರವಾಗಿ ಮನುಷ್ಯರಾದಂತಹ ನಾವೆಲ್ಲರೂ ಜೀವಿಸಿ ಬಾಳುವಂತಹ ಈ ಪ್ರಪಂಚದಲ್ಲಿ ಜೀವನ ರೀತಿಯ ಬಗ್ಗೆ ಬಹಳಷ್ಟು ಮನದಟ್ಟಾಗುವಂತಹ ರೀತಿಯಲ್ಲಿ ಆಶೀರ್ವಚನ ನೀಡಿ ನಮ್ಮನ್ನೆಲ್ಲ ಅರಸಿದ ಬ್ರಹ್ಮಶ್ರೀ ರವೀಶ್ ತಂತ್ರಿ ಕುಂಟಾರು ಇವರ ಪಾದಾರವಿಂದಗಳಿಗೆ ಪ್ರಣಾಮ ನಮಸ್ಕರಿಸುತ್ತಾ, ನಮ್ಮಿ ಮಹೋತ್ಸವದ ಸಮಿತಿಯ ವತಿಯಿಂದ ತುಂಬು ಹೃದಯದ ಅನಂತಾನಂತ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮಿ ಮಹೋತ್ಸವದ ಯಶಸ್ವಿಗೆ ಬೇಕಾಗಿ ಮಹೋತ್ಸವವನ್ನು ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಸುವರೆ ಊರ ಹಾಗೂ ಪರ ಊರ ಭಕ್ತ ಮಹಾಶಯರ ಪ್ರೋತ್ಸಾಹದ ಹಾಗೂ ಅವರ ಅನುಭವದ ಮೇರೆಗೆ ನಾವು ಕಂಡುಕೊಂಡಂತಹ ವ್ಯಕ್ತಿ ಶ್ರೀಯುತ ಬಾಲಕೃಷ್ಣ ಮಾಸ್ಟರ್ ಹೊರಟುಳ್ಳಿಯವರು. ಅವರ ತುಂಬು ಪ್ರೋತ್ಸಾಹ, ಅವರ ಸಾಮಾಜಿಕ ಹಿನ್ನೆಲೆ, ಇದೆಲ್ಲದರ ಜೊತೆಗೆ ನಮ್ಮಿ ಉತ್ಸವವನ್ನ ಮಹೋತ್ಸವವಾಗಿ ಮಾಡುವಲ್ಲಿ, ಮಾರ್ಪಾಡು ಮಾಡುವಲ್ಲಿ ಯಾವ ರೀತಿಯ ಅಡೆತಡೆಗಳಿಲ್ಲದೆ ಮುನ್ನುಗ್ಗುವಂತಹ ಒಂದು ಮನೋಧೈರ್ಯವನ್ನ ನಾವು ತುಂಬಿದ್ದೇವೆ. ಅಂತಹ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರು, ಇಂದಿನ ಈ ಧಾರ್ಮಿಕ ಸಭೆಯ ಅಧ್ಯಕ್ಷರು ಆಗಿರುವ ಶ್ರೀಯುತ ಬಾಲಕೃಷ್ಣ ಮಾಸ್ಟರ್ ಓರ್ಕೂಡ್ಲು ಇವರಿಗೆ ಸಮಿತಿಯ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ವೇದಿಕೆಯಲ್ಲಿರುವ ಕಾರ್ನೋಚನ್ ಅವರು ಸಹ ನಮ್ಮಿ ಈ ಮಿಂಚಿಪ್ಪದವಿನ ವಯನಾಟು ಕುಲವನ್ ಮಹೋತ್ಸವದ ವಿಜಯಕ್ಕೆ ಬೇಕಾಗಿ, ಅದೇ ರೀತಿಯಲ್ಲಿ ನಾವು ಆಚರಿಸಿಕೊಂಡು ಬರುವಂತಹ ತಿಳಿದು ತಿಳಿಯದೆ ಮಾಡುವಂತಹ ತಪ್ಪುಗಳನ್ನೆಲ್ಲ ಸಮಯಕ್ಕೆ ತಿದ್ದಿಕೊಂಡು ನಮ್ಮೊಡನಿದ್ದುಕೊಂಡು ಸಾಗರಿಸುವಂತಹ ಕಾರ್ಲೋಚನ್ ಅವರಿಗೆ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪರವಾಗಿ ಅನಂತ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ಆಸೀನರಾದಂತಹ ವಿವಿಧ ಕ್ಷೇತ್ರದ ಸ್ಥಾನಿಕರು, ನಮ್ಮೊಂದಿಗೆ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲಾ ವಿಧದಲ್ಲೂ ಸಹಕಾರವನ್ನು ನೀಡುವಂತವರು, ಅವರು ಕೂಡ ಈ ವೇದಿಕೆಯ ಮುಂಭಾಗದಲ್ಲಿ ಆಸೀನರಾಗಿದ್ದಾರೆ. ಅವರಿಗೆ ಕೂಡ ನಮ್ಮ ಈ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಕೇಂದ್ರ ಬಿಂದು, ಸಮಯದ ಅಭಾವದಿಂದ ಅದೆಷ್ಟೋ ಕಾರ್ಯಗಳನ್ನ ಸವಿವರವಾಗಿ ನಮಗೆಲ್ಲರಿಗೂ ಮನದಟ್ಟಾಗುವಂತಹ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಈ ಗ್ರಾಮೀಣ ಶೈಲಿಯಲ್ಲಿ ನಮಗದನ್ನ ಬೋಧನೆಯನ್ನ ನೀಡಿದಂತಹ ಅವಕಾಶಗಳು ನಮಗೆ ಬಂದದಾಗಲಿ ಎಂದು ಆಶಿಸುತ್ತಾ, ಈ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪರವಾಗಿ ಅನಂತ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಇರುವವರು ಕುಕ್ಕೆ ಸುಬ್ರಹ್ಮಣ್ಯ ಕ್ಷೇತ್ರದ ಮಾಜಿ ಧರ್ಮದರ್ಶಿಗಳು, ನಮ್ಮ ಭಾರತ ದೇಶ, ನಮ್ಮ ಈ ಹಿಂದೂ ದೇಶದ ಪಾವಿತ್ರ್ಯತೆಯ ಬಗ್ಗೆ, ನಮ್ಮ ಯುವ ಪೀಳಿಗೆಯ ಕರ್ತವ್ಯಗಳ ಬಗ್ಗೆ
ಬಹಳಷ್ಟು ಮನದಟ್ಟಾಗುವಂತಹ ರೀತಿಯಲ್ಲಿ ವಿವರವನ್ನು ನೀಡಿದ ಶ್ರೀಯುತ ಸೀತಾರಾಮ ಅವರಿಗೆ ವಯನಾಡು ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ವೇದಿಕೆಯಲ್ಲಿರುವ ಶ್ರೀ ಐವರ್ ವಿಷ್ಣುಮೂರ್ತಿ ತಂಬುರಾಟಿ ಕ್ಷೇತ್ರ ಅಡೂರು ಪತಿಕಾಲಘಟ್ಟ ಇದರ ಅಧ್ಯಕ್ಷರಾದ ಶ್ರೀಯುತ ಚಿರಿಯಂಡನ್ ಅವರಿಗೂ ಕೂಡ ನಮ್ಮ ಈ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪರವಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಈ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶ್ರೀಯುತ ಶಶಿಧರನ್ ಪಡಿಯತಡಕ ಅವರಿಗೂ ಕೂಡ ಅನಂತ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ಇದ್ದೇನೆ. ಅದಲ್ಲದೆ ನಮ್ಮ ಈ ಮಹೋತ್ಸವದ ವಿಜಯಕ್ಕೆ ಬೇಕಾಗಿ ನಾವು ರೂಪೀಕರಿಸಿದಂತಹ ಉಪ ಸಮಿತಿಯ ಎಲ್ಲ ಅಧ್ಯಕ್ಷರು, ಕಾರ್ಯದರ್ಶಿಗಳು, ಇತರ ಭಾರವಾಹಿಗಳಿಗೂ ಸದಸ್ಯರುಗಳಿಗೂ ನಮ್ಮ ಈ ಸಮಿತಿಯ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಧನ್ಯವಾದವನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ವಿಗೆ ಬೇಕಾಗಿ ನಮ್ಮೊಂದಿಗೆ ಇಲ್ಲಿ ಬಂದು ಸೇರಿರುವಂತಹ ಎಲ್ಲ ಊರ ಹಾಗೂ ಪರ ಊರ ಭಕ್ತ ಮಹಾಶಯರಾದ ಸಹೋದರಿಯರಿಗೆ, ಪುಟಾಣಿ ಮಕ್ಕಳಿಗೂ ಕೂಡ ನಮ್ಮ ಈ ಮಹೋತ್ಸವ ಸಮಿತಿಯ ಪರವಾಗಿ ತುಂಬು ಹೃದಯದ ಅದೇ ರೀತಿ ಅಧ್ಯಕ್ಷರ ಸೂಚನೆ, ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮವನ್ನ ಹಮ್ಮಿಕೊಂಡಿರುವಂತಹ ಶ್ರೀಯುತ ನಾರಾಯಣ ಕೇಕಡ್ಕ ಅವರಿಗೂ ನಮ್ಮ ಪರವಾಗಿ ಧನ್ಯವಾದಗಳು. ಅದೇ ರೀತಿಯಲ್ಲಿ ಅವರ ಜೊತೆಯಲ್ಲಿ ಬಂದಂತಹ ಅವರ ಸುಳ್ಯ ಪ್ರದೇಶದಿಂದ ಬಂದಂತಹ ಮಿತ್ರ ಬಂಧುಗಳಿಗೂ ಕೂಡ ನಮ್ಮ ಮಹೋತ್ಸವ ಸಮಿತಿಯ ವಿಶೇಷವಾದಂತಹ ಅನಂತ ಧನ್ಯವಾದವನ್ನ ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಮತ್ತೊಮ್ಮೆ ಇನ್ನು ನಮ್ಮ ಬರುವ ಫೆಬ್ರವರಿ 9, 10, 11ನೇ ತಾರೀಕಿನಂದು ನಡೆಯುವಂತಹ ಮಹೋತ್ಸವದಲ್ಲಿ ಊರ ಹಾಗೂ ಪರ ಊರ ಭಕ್ತ ಬಂಧುಗಳು ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಭಾಗವಹಿಸಿ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿ ಈ ಉತ್ಸವ ಶ್ರೀಯುತ ಕೊಪ್ಪಳ ಚಂದ್ರಶೇಖರ್ ಅವರು ಇನ್ನು ಮುಂದೆ ಕೂಡ ಅದೆಷ್ಟೋ ವಿಷಯಗಳನ್ನ ಅವರಿಂದ ಕೇಳಿ
അനുജന്റെ നോവിൽ മഴയായി തഴുകുന്നു നാഥൻ, ഇവിടെ മഴയായി തഴുകുന്നു നാഥൻ. മോഹഭംഗങ്ങളും മാറ്റുന്നു ദൈവം, മോഹമായി മനസ്സിൽ ഉണരുന്നു നീ വിളക്കിൻ പൊന്നാളമായി, ഉള്ളിൽ ഒളി തൂകി നിൽക്കുന്നു. നാഗഫണ തിരുജടയിൽ ഗംഗ കനിഞ്ഞൊഴുകുന്ന കുണ്ടം കുഴിയിലെ നീർക്കയം, ഇത് തൊണ്ടച്ചനീശന്റെ സ്ഥാനം, ഇത് വയനാട്ട് കുലവന്റെ സ്ഥാനം. കതിരും കതിരാടുമെൻ മാനസങ്ങളിൽ പൊൻ കതിരായി വിരിയുന്നു ദേവൻ, ഇവിടെ കതിരായി വിരിയുന്നു ദേവൻ. കരളിന്റെ പടിവാതിൽ താഴിട്ടതായാലും മുട്ടി വിളിച്ചു നീ വരമേകുന്നു, ഒരു പുലരി പോലെ ഒളി തൂകുന്നു, പൊൻപുലരി പോലെ ഒളി തൂകുന്നു. നാഗഫണ തിരുജടയിൽ ഗംഗ കനിഞ്ഞൊഴുകുന്ന കുണ്ടം കുഴിയിലെ നീർക്കയം, ഇത് തൊണ്ടച്ചനീശന്റെ സ്ഥാനം, ഇത് വയനാട്ട് കുലവന്റെ സ്ഥാനം. നാഗഫണ തിരുജടയിൽ ഗംഗ കനിഞ്ഞൊഴുകുന്ന കുണ്ടം കുഴിയിലെ നീർക്കയം, ഇത് തൊണ്ടച്ചനീശന്റെ സ്ഥാനം. ദേവസ്ഥാനം ചമഞ്ഞൊരുങ്ങി കുലപതി അണിഞ്ഞൊരുങ്ങി, കണ്ടനാർ കേളനും കണ്ടൊരുങ്ങി, ദേവസ്ഥാനം ചമഞ്ഞൊരുങ്ങി കുലപതി അണിഞ്ഞൊരുങ്ങി, കണ്ടനാർ കേളനും കണ്ടൊരുങ്ങി, ശിവനുണരും കാൽ ചീലമ്പെങ്ങോ കീലുങ്ങി, മനമലിയും രൂപങ്ങൾ എങ്ങും നിറഞ്ഞു. വേഷം ഘോഷം നയനസുഖമതിലുപരിയിലൊരു ലഹരിയോടെ, ഏവരും ഒരു ചേതനയിൽ ശരണം തേടി, ഏവരും ഒരു ചേതനയിൽ ശരണം തേടി.
നാടിളകി കാടിളകി നാട്ടുകാരൊന്നിളകി നായാട്ടുകാരിളകി മലയിളകി നാടിളകി നിന്നതും കാടിളകി നിന്നതും നായാട്ടുകാരിളകി നിന്നതും കണ്ടനാർ കേളനതു കണ്ടു ഉള്ളാൽ കണ്ടനാർ കേളനതും കണ്ടു ലേസലാസമധുരാവേശം മൃദുചലനം വെടിയുതിർത്ത് കൊണ്ടുവന്നു നായാട്ടുകാരെന്നും കണ്ടിലേറ്റിക്കൊണ്ടുവന്നു മൃഗഗണങ്ങളെ വെടിയുതിർത്ത് കൊണ്ടുവന്നു നായാട്ടുകാരെന്നും കണ്ടിലേറ്റിക്കൊണ്ടുവന്നു മൃഗഗണങ്ങളെ പന്നികളും കൂരനും അണ്ണാര കണ്ണനും കൊണ്ടുവന്ന മൃഗജാതിയിലെല്ലാമെല്ലാം കണ്ടനാർ കേളനതു കണ്ടു മോദമോടെ തൊണ്ടച്ചൻ പൊയ്ക്കണ്ണാൽ കണ്ടു രസിച്ചു ലേസലാസമധുരാവേശം മൃദുചലനം ദേവസ്ഥാനം ചമഞ്ഞൊരുങ്ങി കുലപതി അണിഞ്ഞൊരുങ്ങി കണ്ടനാർ കേളനും കണ്ടൊരുങ്ങി ശിവനുണരും കാൽ ചീലമ്പെങ്ങോ കീലുങ്ങി മനമലിയും രൂപങ്ങൾ എങ്ങും നിറഞ്ഞു വേഷം ഘോഷം നയനസുഖമതിലുപരിയിലൊരു ലഹരിയോടെ ഏവരുമൊരു ചേതനയിൽ ശരണം തേടി ഏവരുമൊരു ചേതനയിൽ ശരണം തേടി ഏവരുമൊരു ചേതനയിൽ ശരണം തേടി ഏവരുമൊരു ചേതനയിൽ ശരണം തേടി.
നടന്നിട്ട് വന്ന് എനിക്ക് വരുന്ന വിഘ്നങ്ങളെല്ലാം നിവാരണയായിട്ട് നിങ്ങളെ കൊടുത്ത സേവ പരിപൂർണമായിട്ട് ആ ദൈവിക സന്നിധാനത്തിലേക്ക് എത്തിക്കുന്നു. വന്നിട്ടുള്ള സമസ്ത ഭക്തജനങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എല്ലാ ജനങ്ങൾക്ക് വരുന്ന മാത്രം പ്രാർത്ഥനാപയാമിനും യാനി കാനി ജാപ്പാനി താനി താനി പശ്യന്തി ദക്ഷിണ അന്യതാശം രക്ഷ